അപ്പോൾ ചങ്കുകളെ, ഒരു ചങ്ക് ബിരിയാണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ഉള്ളി, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, ഉപ്പ്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, അതേപോലെ ചങ്ക്സ്, സോയ ചങ്ക്സ്, ചെറിയ സോയയുടെ ചെറുത് അത് തന്നെ, അതേപോലെ കോഴിമുട്ട, അതേപോലെ വിനീഗർ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണിത്. സാധാരണ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വേവിക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട്. അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയ ചങ്ക്സ് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിക്കുകയാണ്. അതിനകത്ത് അളവൊന്നുമില്ല. അതിൽ കുറച്ച് ഉപ്പും, പിന്നെ ഇടേണ്ടത് നന്നായി തിളച്ച് വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം, ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്, അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനീഗർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം സോയ ചങ്ക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ സോയാ ബീൻസ് അത്രയേ ഉള്ളൂ കേട്ടോ, സോയ ചങ്ക്സ് എന്ന് ഉദ്ദേശിച്ച്. ഇതിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അതിൻ്റെ ഒരു കട്ടിപ്പൊക്കെ പോയി കിട്ടും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചേക്കുക. ഇനി ഇതുപോലൊരു ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വാവട്ടുള്ള ഒരു ചട്ടി എടുത്ത് ഇതുപോലെ വയ്ക്കുക. അല്പം അടി കട്ടിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ ഈ ബിരിയാണിക്ക് വേണ്ട, അതുകൊണ്ട് അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, വലിയ ഉള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളിയേ വേണ്ടുള്ളൂ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 പേർക്കോ 4 പേർക്കോ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്രമാത്രമാണ് ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ടാവുള്ളൂ. കൂടുതൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടാം. ഒരല്പം ഉപ്പിട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ക്രിസ്പി ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ തരിതരിപ്പായിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്, അതിനിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പൊടിച്ചത് വേണമെന്നില്ല. ഓക്കെ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ല ക്രിസ്പിയായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആ അരി വേവാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതവിടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് സോയ ചങ്ക്സിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതിനെ മാറ്റാം. പിഴിഞ്ഞെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി. വെള്ളം അതിൽ തന്നെ ഒരല്പം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മളിത് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പം പാകത്തിന് ഉപ്പിട്ടാൽ മതിയാവും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ചിക്കൻ മസാലയാണ് ആവശ്യം, അതും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മസാലയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക എല്ലാ സാധനങ്ങളും. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് യോജിച്ച് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, അതിനെ ഉടച്ചൊഴിച്ച് കൊടുക്കുക. കോഴിമുട്ട നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കണ്ട. ജസ്റ്റ് എഗ്ഗ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും.
ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം. ഇനി അരിയിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് അരിയിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ടിട്ട് ഇളക്കണമെന്നില്ല, ഓരോ ഭാഗമായിട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൊരിച്ചെടുക്കുക. ഒരുപാട് ടൈമൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. രണ്ടും നമ്മൾ ഇടയ്ക്ക് നോക്കേണ്ട കാര്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് അതിന് വേവിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് അതിനെ ഒന്ന് കെയർ കൊടുക്കുക. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സോയാ ചങ്ക്സ് ഒരുപാട് ഇളക്കി ഇതാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ സ്മെല്ല് മാറുന്ന വിധത്തിലൊന്നും കരിയുന്ന വിധത്തിലൊന്നും ആക്കണ്ട. നമ്മുടെ ചോറ് ഇവിടെ അതുപോലെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരല്പം നെയ്യ് തൂകിയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ന് പറഞ്ഞിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. മീൻസ് കാഷ്യൂ ഒന്നും ഇടണ്ട. ജസ്റ്റ് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിൽ ഒരല്പം നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓപ്ഷണലാണ് ഇടാം. മല്ലിയിലയൊക്കെ ഇടാം. ഈ സോയ ചങ്ക്സിനകത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. ഓൾറെഡി ഈ സോയ ചങ്ക്സ് ഭയങ്കര സ്മെല്ലാണ്. ആ സ്മെല്ല് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ. നമ്മുടെ ടേസ്റ്റ് ബഡ്സൊക്കെ ഉണർത്തുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പം ഞാനിതിങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്, കണ്ടോ, ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട്. അടിപൊളിയാണ് കേട്ടോ സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അടുത്ത റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.